ഒരു മഹാപുരോഹിതനാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പിതാവിൻ്റെ ഞാൻ സൂചിപ്പിച്ച് അതിൽ അവസാനിപ്പിക്കാം. തിരുവനന്തപുരത്തിന് അടുക്കാറായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിയോ? പുത്തൻകുരിശിൽ നിന്ന് ഇറങ്ങിയോ? പുത്തൻകുരിശിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സമയമായി, ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പട്ടത്ത് വരും എന്ന്. ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ സഭയിലെ ഒരു മകളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുക്കൽ ഒരു ശുപാർശ പറയാൻ ഈ ബാവാ തിരുമേനി വന്നതാണ്. ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വലിയ ബുദ്ധിമുട്ടായി, പിതാവ് വരാൻ പാടില്ലായിരുന്നു, എന്നെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോഴേ ഞാൻ പറയത്തില്ലേ ഇത് നടക്കുകയില്ലെന്ന്. പറഞ്ഞു, ആ ഉത്തരവ് ഞാൻ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ പറയാതെ വന്നത് എന്ന്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ യേസും നോയും ഒന്നുമല്ല. എന്നെ സംബന്ധിച്ചതൊരു ബാവാ തിരുമേനി പുത്തൻകുരിശിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ടുന്ന ഒരു കാരണമായി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറയാൻ മാത്രം വന്നതാണ് എന്നെനിക്കറിയാം. മറ്റ് ചടങ്ങുകളൊന്നും അവിടെയില്ല. തിരികെ പുത്തൻകുരിശിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെയാണ് ഈ ചെറിയ മനുഷ്യൻ ഈ വലിയ സഭയുടെ ഭാഗമായ മലങ്കരയിലെ യാക്കോബായ സുറിയാനി സഭയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത് എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, അവിശ്വസനീയമായ സഹനത്തോടെ ഒരു സഭയെ അതിൻ്റെ ഏറ്റവും ബലഹീനമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കൈപിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖ്യധാരയിൽ നിർത്തി ഇന്ന് സുവർണശോഭയിൽ പത്രോസിൻ്റെ അന്ത്യോക്യയിലെ സിംഹാസനത്തോട് ചേർന്ന് നിന്ന് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവാ തിരുമേനി ഈ സഭയെ അനുഗ്രഹീതമായി ഔന്നത്യങ്ങളിലേക്ക് നയിക്കുന്നു എങ്കിൽ അതിൻ്റെ പിന്നിലെ വലിയൊരു ചൈതന്യം ശ്രേഷ്ഠ ആബൂൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവാ തിരുമേനി നൽകിയതാണ്. അതിൻ്റെ ഒരു നന്മയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എളിയവനായ എനിക്ക് ഈ സഭ നൽകുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവാ തിരുമേനിയെ ഹൃദയപൂർവ്വം ഓർക്കുന്നു. ഇത് എളിയവനായി എനിക്ക് തരുവാൻ ഈ സഭ, പ്രത്യേകിച്ച് ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവാ തിരുമേനിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു എന്നത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നെ സംബന്ധിച്ച് അത് വളരെ എനിക്ക് ഭാഗ്യമായി എന്നതാണ് സത്യം. ചിലപ്പോൾ അങ്ങനെ ചില ബുദ്ധിമോശമൊക്കെ ചിലർക്ക് വ്യക്തിപരമായി സന്തോഷമാകുമല്ലോ. ശ്രേഷ്ഠ കാതോലിക്ക ബാവാ